നാരായണീയം ദശകം 12 വരാഹാവതാരം. ശ്ലോകം 1. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹിം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. അർത്ഥമൊന്ന് നോക്കാം. അനന്തരം സ്വയംഭൂവിൽ നിന്നും എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൽ നിന്നും ജനിച്ച മനു ജനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്ന അവസരത്തിലാണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ എടുത്ത് ജലത്തിൽ മുക്കിക്കളഞ്ഞത്. അനന്തമായ കാരണജലത്തിൽ ഭൂമി മുങ്ങിയപ്പോൾ അതറിഞ്ഞ മനു സനകാദികളോടും സപ്തർഷികളോടും കൂടി ഭഗവത് ഭക്തനായി കഴിയുന്ന ബ്രഹ്മാവിൻ്റെ അടുക്കൽ എത്തി. ശ്ലോകം 2. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭുഃ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. അർത്ഥമൊന്ന് നോക്കാം. അല്ലയോ ബ്രഹ്മൻ, ഞാൻ പ്രജാസൃഷ്ടി നടത്തുമ്പോൾ ഭൂമി എങ്ങനെ അസമയത്ത് ജലത്തിൽ ആണ്ടുപോയി? കഷ്ടം തന്നെ. സൃഷ്ടിക്കപ്പെടുന്ന ചരാചരങ്ങൾക്ക് വസിക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കണമെന്ന് മനു ബ്രഹ്മാവിനോട് അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മാവാകട്ടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തന്നെ ഭക്തിപൂർവം സ്മരിച്ചു. ശ്ലോകം 3. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദ് അദ്യാപി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. അതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ആദ്യം ഭഗവാൻ പെരുവിരൽ വലിപ്പമുള്ള ശരീരത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് ആനയെപ്പോലെ വലിപ്പമുള്ളതായി വളർന്നു. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ ആകാശത്തിൽ അത്രമാത്രം വലുതായി കണ്ടിട്ട് ബ്രഹ്മാവും പുത്രന്മാരും അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം 4. അംഗുഷ്ടമാത്രവപുരത് പതിത പുരസ്താദ് ഭൂയോധ കുംഭി സദൃശ സമജ്രംഭദാസ്ത്വം അഭ്രേ തഥാ വിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിതിരഗാത് സഹസൂനുഭി സ്വൈഃ. അർത്ഥമൊന്ന് നോക്കാം. ആദ്യം ഭഗവാൻ പെരുവിരൽ വലിപ്പമുള്ള ശരീരത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് ആനയെപ്പോലെ വലിപ്പമുള്ളതായി വളർന്നു. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ ആകാശത്തിൽ അത്രമാത്രം വലുതായി കണ്ടിട്ട് ബ്രഹ്മാവും പുത്രന്മാരും അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം 5. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാധരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. അർത്ഥമൊന്ന് നോക്കാം. ഇവൻ ആരാണ്? ചിന്തിക്കാൻ വയ്യാത്ത മാഹാത്മ്യമുള്ള ഭഗവാൻ എൻ്റെ മൂക്കിൽ നിന്നും ഒരു പന്നിയായി പുറപ്പെട്ടിരിക്കുന്നു. ഇത് ഭഗവാന്റെ മായയാണോ? ഇങ്ങനെ ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നത് പർവ്വതാകാരമായി തീർന്നിട്ട് അതിഭയങ്കരമായി ഗർജിച്ചു. ഹരി ഓം.